ദഹന സംബന്ധമായ വിഷയങ്ങൾ ജീവിതത്തിൽ അലട്ടാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതൊരു വളരെ മൈൽഡായിട്ടുള്ള ഇഷ്യൂസോ ഗ്യാസോ ബ്ലോട്ടിങ്ങോ ഹാർട്ട് ബേണോ റിഫ്ലക്സോ ഡിസീസോ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ബവൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, പാസിംഗ് ഗ്യാസ് ആവാം. എന്താ ഇതിങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം? ഇത് സ്ഥിരമായി നമ്മൾ അനുഭവിക്കേണ്ട വിഷയമാണോ? ഇനി നമ്മൾ സാധാരണ ഇതിനു വേണ്ടി എടുക്കുന്ന ചില കോമൺ ആയിട്ടുള്ള ഹോം റെമഡീസ് ഉണ്ടാവാം. അത് ചിലപ്പോൾ കുറച്ച് ആയുർവേദിക് പ്രിപ്പറേഷൻസ് ആവാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ജലൂസിലും അല്ലെങ്കിൽ പാൻഡോസിലും പോലുള്ള മരുന്നുകളാണ്. ഇത് സ്ഥിരമായി ഉപയോഗിക്കാമോ? ഫണ്ടമെൻ്റലി ഇത്തരമൊരു ദഹന സംബന്ധമായ വിഷയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി അനാവശ്യമായി ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നൊരു ഹൈപ്പ്, അതൊരു ഹൈപ്പാണോ അതോ അത് ശരിക്കും പ്രാധാന്യമുള്ള വിഷയമാണോ? ഇത്തരം ദഹന സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ അതിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചും അതിൽ നമ്മൾ വരുത്തേണ്ട ചില ശാസ്ത്രീയ സമീപനത്തെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഈ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത് ഹാർമണിയിലെ തന്നെ ന്യൂട്രീഷനിസ്റ്റും ഹെൽത്ത് കോച്ചുമായിട്ടുള്ള ഗോപികയാണ്. ഹാർമണിയിൽ വരുന്ന ക്ലയൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഡോക്ടർ? എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ, മേ ബി അതൊരു ബ്ലോട്ടിങ്ങോ ബർപ്പിങ്ങോ ആണെങ്കിൽ പോലും നമ്മുടെ മൂഡ് നശിപ്പിക്കാൻ, അന്നത്തെ ദിവസം നശിപ്പിക്കാൻ അത് ധാരാളം മതി. ഏറ്റവും കൂടുതൽ കാണുന്ന ഗട്ട് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് റിഫ്ലക്സ് ഡിസീസാണ്. അതായത് ഒരു ഹാർട്ട് ബേൺ. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ത്രോട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് സ്റ്റേണൽ ഏരിയയിലായിരിക്കാം. അതുപോലെ പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ബ്ലോട്ടിങ്ങും ബർപ്പിങ്ങും, എക്സസീവായിട്ടുള്ള ഗ്യാസ് ഉണ്ടാവുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ സ്റ്റൊമക്ക് നല്ല ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു അൺഡൈജസ്റ്റഡ് ഒരു ഹെവിനെസ് ഇൻ സ്റ്റൊമക്ക് ഉണ്ടാവാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവാം, ചിലപ്പോൾ വായിൽ അൾസേഴ്സ് ഉണ്ടാവാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിട്ട് വരുന്നത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡയറിയ ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവാം. മിക്ക ആൾക്കാരും പറയുന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബവൽ മൂവ്മെൻറ്റ്സ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റൂള് പാസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം. മേ ബി ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ നമ്മൾ സംശയിക്കുന്നത് നമ്മൾ ഭക്ഷണത്തിനെയാണ്. ശരിയാണ്, ഭക്ഷണം തന്നെ ആയിരിക്കാം പ്രധാനപ്പെട്ട കാരണം. നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറഞ്ഞു. അപ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംശയിക്കാവുന്നത് നമുക്ക് ഭക്ഷണത്തെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ വിഷയങ്ങളാണ് എന്ന് കരുതി ഒരുപക്ഷെ മിക്ക ആൾക്കാരും ചെയ്യുന്നത് 2-3 ദിവസം അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാകും. പക്ഷേ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു 2-3 ദിവസം പ്രശ്നത്തെ നമ്മൾ താൽക്കാലികമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു, പിന്നീട് അത് വീണ്ടും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിപ്പീറ്റായിട്ട് അത് തന്നെ അതേ സൊല്യൂഷനിലോട്ട് തന്നെ പോകും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കുറേ നാളത്തേക്ക് ഈ പ്രശ്നം നമ്മളെ അലട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്തരമൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ഭക്ഷണത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു വിഷയമാകണമെന്നില്ല. ഒരുപക്ഷെ ഭക്ഷണത്തിൻ്റെ അപ്പുറത്തോട്ട് നമ്മളുടെ ഗട്ടിനെ, ദഹനവ്യൂഹത്തെ സ്വാധീനിക്കുന്ന നിരവധി വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ പരിഹരിക്കേണ്ട വളരെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഹാർമണിയിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്രോച്ചുകളൊന്ന് ഇത്തരത്തിലുള്ളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂട്ട് കോസ് അപ്രോച്ചും അതിൻ്റെ റിലേറ്റഡ് സൊല്യൂഷൻസും ആണ്. ഗട്ട് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരുന്ന ക്ലയൻസിൽ പല ക്ലയൻസിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അവർ വരാറ്. ഗട്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ പരിഷ്കരിക്കാൻ പറ്റില്ല, അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതെ. അപ്പോൾ ഗട്ട് ഇഷ്യൂസ് എന്ന് വന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഹോം റെമഡീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജീരക വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് സോഡ കുടിച്ച് എങ്ങനെയെങ്കിലും വന്നിട്ടുള്ള ബ്ലോട്ടിങ് വന്നിട്ട് അതൊന്ന് തികട്ടിക്കളയാൻ വേണ്ടി കുറച്ച് സോഡ കുടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനീഗർ കുടിക്കുക. ഇങ്ങനെ കുറേ ഹോം റെമഡീസ് അവർ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അതുപോലെ തന്നെ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന, പൊതുവെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്തെങ്കിലും ആയുർവേദിക് പ്രിപ്പറേഷൻസ് കഴിക്കുക. അപ്പോൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആയുർവേദിക് ചൂർണ്ണങ്ങൾ കഴിക്കുക. പിന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള കുറേ ഡ്രിങ്ക്സ് കാര്യങ്ങൾ, യോഗേട്ട് ആയിക്കോട്ടെ, കേടിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചില ക്ലയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഗട്ട് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻ ഡയറ്റ് ഒന്ന് മാറ്റി നിർത്തും. അതുപോലെ സാമ്പാർ എന്നുള്ള ഒരു ഫിയർ ഫാക്ടർ പോലെ കണ്ട് സാമ്പാർ തൽക്കാലം മാറ്റി നിർത്തും, അല്ലെങ്കിൽ സ്പൈസി ഫുഡ്സ് മാറ്റി നിർത്തും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരുപക്ഷെ വിഷയം നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നമ്മുടെ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിലോട്ട് പോവുക, ഓവർ ദി കൗണ്ടർ പോയിട്ട് ജലൂസിലും അതുപോലത്തെ ആൻറ്റാസിഡുകൾ ഉപയോഗിക്കുക.
അവിടെ നിന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഗ്രൂപ്പുകളിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. ഇപ്പം അതിൽ ചില ക്ലൈൻസിൽ കണ്ടിട്ടുള്ളത് അവർ ബെഡ് സൈഡിൽ അവർക്ക് ആ ഒരു ആസിഡ് എന്താ പറയുക ഈ പറഞ്ഞ പോലെ പാൻറ്റാസിഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ക്ലൈൻസ് ഉണ്ട്. അത്രമാത്രം ഡിപ്പെൻഡന്റ്. അതെ അതെ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത്തരം മരുന്നുകൾ ഒരു 2-3 ദിവസത്തേക്ക് ഉപയോഗിച്ച് നോക്കുന്നത് തെറ്റില്ല, പലർക്കും നമുക്ക് റിസൾട്ട്സ് കിട്ടാറുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കരുതുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കരുതുന്ന ഒരുപക്ഷെ ഇത് നമ്മളുടെ ദഹന സംബന്ധമായ പ്രശ്നം മാത്രമാണെന്ന് കരുതുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ റിസൾട്ട് കിട്ടാൻ വരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് അവരുടെ ഭക്ഷണ സംബന്ധമായ വിഷയങ്ങളെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നിലവിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് തീർച്ചയായിട്ടും യുക്തിപരമായി നോക്കിയാൽ നല്ലൊരു സൊല്യൂഷൻ അല്ല. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളൊക്കെ തന്നെ ആക്ച്വലി മെഡിക്കൽ റെക്കമെൻഡേഷൻ തന്നെ ഒരു 2 to 3 വീക്സിന് മുകളിൽ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വർഷങ്ങളോളം സ്ഥിരമായി ഉപയോഗിക്കുന്ന നിരവധി ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത്, എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രൈമറി ആയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ആൾക്കാരിൽ അത് ഒരു ലോങ് ടേം ആയിട്ട് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കൺസേൺ വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ടു ഗട്ട് ഹെൽത്ത് എന്നുള്ള രീതിയിൽ, അതെ, ഗട്ട് ഹെൽത്ത് അവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൊല്യൂഷനും കിട്ടും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുക. അപ്പോൾ അത് അത്രത്തോളം ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വാസ്തവമാണോ? എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ദഹനവ്യൂഹം എന്ന് പറയുന്നത് ഒരു 25-30 അടി നീളമുള്ള ഒരു വളരെ വലിയൊരു സിസ്റ്റമാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. വായ മുതൽ നമ്മുടെ ഏനൽ ഓപ്പണിംഗ് വരെ വരുന്നൊരു സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിൽ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, നമ്മൾ കഴിക്കുന്നു, യു ഈറ്റ്, യു ഡൈജസ്റ്റ്, യു അസിമിലേറ്റ് ആൻഡ് യു എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ എലിമിനേറ്റ്. ഇത്തരം ഫങ്ഷൻസാണ് അത് ചെയ്യുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ശരീരത്തിലുള്ള മറ്റെല്ലാ സിസ്റ്റം പോലെ തന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും എല്ലാ സിസ്റ്റമായിട്ടും കണക്റ്റഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മറ്റ് സിസ്റ്റത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് ഗട്ടിന് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരം പോഷകങ്ങളും നമ്മുടെ എക്സ്റ്റേണൽ എൻവയറമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ സ്കിന്ന് പോലെ തന്നെ ഒന്നാണ് ഗട്ട്. ഇവിടെ ഗട്ടിൻ്റെ നേരത്തെ ചോദിച്ച പോലെ ഗട്ടിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാ സിസ്റ്റത്തിലുണ്ടെന്ന് പറഞ്ഞ ഒന്ന് ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഗട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രീഷനായിരിക്കാം. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭ്യമാവുന്ന ഗട്ടിൽ നിന്ന് തന്നെയല്ലേ. ഫുഡിൽ നിന്നാണ് പറയുന്നതെങ്കിലും ഫുഡിൽ നിന്ന് ഗട്ടിൽ കൂടെയാണ് ലഭിക്കുന്നത്. സോ യുവർ ബോഡിയുടെ ഗ്രോത്ത്, റിപ്പയർ, മെയിൻ്റനൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം നിലനിൽക്കുന്നത് ഗട്ടിലാണ്. 70% രോഗപ്രതിരോധ സംവിധാനവും നിലനിൽക്കുന്നത് ഗട്ടിന് ചുറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്യാം. മറ്റൊന്ന് നമ്മുടെ ഹോർമോൺ സിസ്റ്റമാണ്. ഹോർമോൺ സിസ്റ്റവും ഗട്ടും തമ്മിൽ നല്ല ക്ലോസ് കണക്ഷനുണ്ട്. നമ്മുടെ മെറ്റബോളിക് സിസ്റ്റം, അതായത് ഡയബറ്റീസും ഫാറ്റി ലിവറും പോലുള്ള രോഗങ്ങളെ ഇന്ന് വളരെ വളരെ മെഡിക്കലി പ്രൂവണാണ്. ദേ ആർ ക്ലോസ്ലി കണക്റ്റഡ് ടു അവർ ഗട്ട് ഹെൽത്ത്. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസാണ്. അതുപോലെ നമ്മുടെ മൂഡ്, നമ്മുടെ ടെമ്പർമെൻറ്റ്, കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, ഇതിനും ഗട്ടുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഗട്ടിനെ വളരെ വളരെ ബഹുമാനത്തോടെ വിളിക്കാവുന്ന കാര്യമാണ്. ഗട്ട് ഈസ് ദി റൂട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. ഒരു മരത്തിന് അതിൻ്റെ വേരുകളുടെ പ്രാധാന്യം എന്താണോ അത് തന്നെയാണ് ഗട്ടിൻ്റെയും റോൾ. അപ്പോൾ ഗട്ടിനെ സംബന്ധിച്ച് ഇന്ന് ഈ അടുത്ത കാലത്ത് ഇത്രമാത്രം ചർച്ചകൾ സയൻറ്റിഫിക് ബോഡിയിലെ ഗട്ട് മൈക്രോബയോമിനെ കുറിച്ച്, ഗട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ അതിശയോക്തിയൊന്നുമില്ല, അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ എത്രത്തോളം ഇതിൻ്റെ പ്രൈമറി കോസസ് എന്തൊക്കെയാണ് ഡോക്ടർ, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ നോർമലി ചെയ്യാറ്? ഒരു വ്യക്തി ഇത്തരത്തിലുള്ളൊരു ക്രോണിക് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ഫോളോ ചെയ്യുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിന് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ ഒരുപക്ഷെ ആ പ്രോട്ടോക്കോളിനകത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തിയുടെ ഗട്ട് ഹെൽത്തിൻ്റെ പ്രൈമറി കോസസ് ഒളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഹിസ്റ്ററിയിലാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനിടെയാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത്തരത്തിലൊരു ഇലോബറേറ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം, കുടുംബ പശ്ചാത്തലം, ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം,
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വളരെയധികം എക്സസീവായിട്ട് കൗ മിൽക്ക് ഫീഡ് ചെയ്തിട്ടുള്ള ചില ആൾക്കാർ അതെ, നമ്മൾ അവരുടെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ ആരും അവരോട് ലാക്ടോസ് ഇൻടോളറൻസ്, അതായത് പാൽ അവരുടെ ശരീരത്തിന് ഒട്ടും യോജിക്കുന്ന ഭക്ഷണമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്തരമൊരു ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ആ വ്യക്തിയുടെ ചെറുപ്പത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായ അവരുടെ കുറച്ചുകൂടെയൊക്കെ പിന്നെ വളരെ ഫ്രീഡത്തോടു കൂടിയുള്ള ഒരു ഭക്ഷണക്രമങ്ങളും ഔട്ട്സൈഡ് ഫുഡുകളും ആൽക്കഹോൾ യൂസ് ആയിരിക്കാം, സ്മോക്കിംഗ് ആയിരിക്കാം, ഈവൻ മേ ബി സബ്സ്റ്റൻസ് അബ്യൂസുകളാവാം, അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസുകളാവാം. ഇനി പിന്നെ സംഭവിക്കാവുന്നത് ഒരുപക്ഷെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് തരത്തിലുള്ള ഇൻ്റലിജൻസുകളാവാം. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഹെൽത്ത് ഹിസ്റ്ററിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗോപിക ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയണം. നിങ്ങളുടെ ജീവിത രീതികളും നിങ്ങളുടെ കുടുംബ രീതികളും തൊഴിലും നിങ്ങളുടെ ഭക്ഷണക്രമങ്ങളും നിങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളും നിങ്ങളുടെ നേച്ചറും നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ വർക്കും ലൈഫും തമ്മിലുള്ള ബാലൻസും ഇതെല്ലാം മനസ്സിലാക്കുന്നതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗട്ട് റിലേറ്റഡ് ഇഷ്യൂവിനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ ഒരു ഗട്ട് റിലേറ്റഡ് ഇഷ്യൂമായിട്ട് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലത്തെ സംവിധാനത്തിൽ ഇത്രമാത്രം സമയം ചെലവഴിച്ചുകൊണ്ടുള്ള ഇത്രമാത്രം ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പ്രൈമറി കോസ്. അതെ, അതിപ്പോൾ നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന സമയത്ത് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് കൺസേൺ വന്നത് അല്ലെങ്കിൽ ഗട്ട് ഇഷ്യൂ വന്നതെന്നുള്ള റിയലൈസ് ചെയ്യുന്നത് നമ്മളുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. അതുവരെ അവർക്ക് അറിയില്ല എന്തുകൊണ്ടാണ് വന്നതെന്ന് കണ്ടുപിടിക്കുന്നത് ശരിക്കും നമ്മളുമായിട്ടുള്ള ഇന്ററാക്ഷൻ. അതൊരു വലിയൊരു ആഹാ മൊമെന്റ്. അതെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതാണല്ലേ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഇത്രയും നാൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഗട്ട് ഹെൽത്തിന് അപ്രോച്ച് ചെയ്യാത്ത ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഗട്ട് ഇഷ്യൂസ് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ കാണാറുള്ള റീസൺ എന്താണ് ഡോക്ടർ? ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് അതൊരു ഫങ്ഷണൽ റീസണാണ്. പക്ഷേ എന്നാലും അത് റീസണായിട്ട് തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലോ സ്റ്റൊമക് ആസിഡാണ്. ഗോപിക്കറിയാം നമ്മളുടെ ദഹനത്തിലെ പ്രധാനപ്പെട്ട പരിപാടി തുടങ്ങുന്നത് ചവയ്ക്കിൽ നിന്നാണല്ലോ. അപ്പോൾ പല ആൾക്കാർക്കും ഞാൻ എന്നോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു, ആൾക്കാർ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാറില്ല. അതൊരു വസ്തുതയാണ്. ഭക്ഷണം കഴിച്ചാൽ എത്രയും പെട്ടെന്ന് വിഴുങ്ങുക, സ്ഥലം കാലിയാക്കുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പോകാമെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് അനുബന്ധപ്പെട്ട് നമുക്ക് സാധാരണ കാണുന്നത് ദഹന പ്രക്രിയയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സ്റ്റൊമക് ആസിഡിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നല്ല ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റൊമക്കിനകത്തൊരു മേ ബി ഒരു 50 to 100 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് സാധാരണ ദഹനത്തിന് മുമ്പ് തയ്യാറാകേണ്ടതുണ്ട്. കൂടുതൽ ആൾക്കാരും കാണുന്നത് വെരി ലോ സ്റ്റൊമക് ആസിഡാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച ബ്ലോട്ടിങ്, ബർപ്പിംഗ്, ഹാർട്ട് ബേൺ, റിഫ്ലക്സ് ഡിസീസ്, അതുപോലെ തന്നെ സ്റ്റൊമക്കിലുണ്ടാകുന്ന ഹെവിനെസ്, ഇതിൻ്റെ എല്ലാം പ്രൈമറി റീസണായിട്ട് പലപ്പോഴും കാണുന്നത് ഒരുപക്ഷെ ലോ സ്റ്റൊമക് ആസിഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്റ്റൊമക് ആസിഡ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ഹാർമണിയുടെ വീഡിയോയിൽ പലതവണ പല ആവർത്തികൾ ആൾക്കാർക്ക് പറഞ്ഞിട്ടും ഇപ്പോഴും പലർക്കും മനസ്സിലാകാതെ നമ്മൾ കമൻറ്റ് ബോക്സുകളിൽ ഒരുപാട് ഇത്തരം ചോദ്യങ്ങൾ കാണാം. പലരും ഇപ്പോൾ ബ്ലോട്ടിങ് വന്നിട്ടുള്ള ക്ലയൻസ് ആണെന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് പറയുന്നത് ആസിഡ് കൂടുതലാണ്, ആസിഡ് കൂടുതലുകൊണ്ടാണ് എനിക്ക് പിന്നെ അത് കളയണം എന്നുള്ള ഒരു പ്രവണത തോന്നുന്നത്. ഒരാളെ കൺവിൻസ് ചെയ്യിക്കാൻ അത്ര എളുപ്പമല്ല. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിച്ച ലക്ഷണങ്ങളുടെ കാരണം ആസിഡ് കൂടിയതാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ എനിക്കിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, പ്ലീസ് ഒന്നുകൂടി നിങ്ങൾ കുറച്ച് ഈ വിഷയത്തെ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ മാറ്റാനും അതുവഴി ഈ വിഷയത്തെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലോ സ്റ്റൊമക് ആസിഡ് ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? സ്റ്റൊമക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഇൻറ്റേർണൽ ലൈനിങ് ആണെങ്കിലും ഈ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് വരുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. സോ ദർ ഈസ് എ ബ്രെയിൻ സ്റ്റൊമക് കണക്ഷൻ. സ്റ്റൊമക് ആസിഡ് പ്രൊഡ്യൂസിന് ആവശ്യമായിട്ടുള്ള സിഗ്നലിങ്ങിൻ്റെ ഉണ്ടാകുന്ന തകരാറുകളാണ് കൂടുതലും സ്റ്റൊമക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ തന്നെ കുറയാൻ, ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ കുറവാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ബ്രെയിനിൽ നിന്ന് അങ്ങനത്തെ ഒരു സിഗ്നൽ വീക്ക് ആവാൻ കാരണം എന്നുള്ള. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 50 to 100 ml പകരം വളരെ കുറച്ച് പൂവർ ലോ സ്റ്റൊമക് ആസിഡ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടുതൽ ആൾക്കാരും നമ്മൾ കണ്ടിട്ടുള്ളത് സ്ട്രെസ്സും ആങ്സൈറ്റി അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ്, ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. പലപ്പോഴും നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ
ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗട്ടിലാണ്. ഇത് പലരും തിരിച്ചറിയാറില്ല. പലപ്പോഴും ഇത് ആരുടെ പുറത്താണ് ചാരി വെക്കുന്നത് ചോദിച്ചാൽ ഭക്ഷണത്തിൻ്റെ പുറത്തായിരിക്കാം ചാരി വെക്കുന്നത്. പാവം ഭക്ഷണമല്ല അതിൻ്റെ കുറ്റക്കാരൻ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സും നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിരന്തരമായി നമ്മളെ വേട്ടാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സമ്മർദ്ദ സാഹചര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരാളുടെ അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു അസസ്മെന്റ് വളരെ വളരെ ക്രിട്ടിക്കലായിട്ട് ഗോപിയെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ ക്ലയൻസിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പലരും ഗട്ട് ഇഷ്യൂ ഡയറ്റിൽ കൂടിയാണ്, ഡയറ്റ് കാരണമാണ്, ഞാൻ ഇത് കഴിച്ചതുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞ പല ആൾക്കാരിലും മെന്റൽ ഹെൽത്ത് സപ്പോർട്ടിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ലോങ് ടേം സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് പലരിലും ഗട്ട് ഇഷ്യൂസ് റിസോൾവ് ആയി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് പലർക്കും ഒന്നും അറിയാത്തൊരു കാര്യം കൂടിയാണ്. പൊതുവേ നമ്മളിൽ പല ആൾക്കാർക്കും നമ്മൾ ജനറലി നമ്മളൊരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈപ്പോകോൺട്രിയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചുറ്റുപാടും കേൾക്കുന്ന രോഗങ്ങളും ആകുലതകളും വല്ലായ്മകളും പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ജനറലൈസ്ഡ് ഉത്കണ്ഠ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. സോ ഇറ്റ്സ് എ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി കൈൻഡ് ഓഫ് ഒരു ഏരിയയാണ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അടുത്ത മുൻഗണനയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫുഡ് ഇൻടോളറൻസുകളാണ്. പല ആൾക്കാർക്കും നമ്മുടെ ശരീരത്തിനോ ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ചില ഭക്ഷണ രീതികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്തതുമുണ്ടാകും. ഇപ്പോൾ എനിക്കൊന്നും ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഫുഡ് ഇൻടോളറൻസ് എനിക്കൊന്ന് മിൽക്ക് തന്നെയാണ്, അല്ലെ മിൽക്ക് പ്രോഡക്ട്സ്. പക്ഷേ ഇത് സമൂഹത്തിനെ വിശ്വസിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യം. കാരണം നമ്മളൊരു വലിയൊരു ബിലീഫ് സിസ്റ്റമാണ് പാല് എന്ന് പറഞ്ഞാൽ ഏറ്റവും അമൃത് പോലത്തെ ഒരു പോഷകവസ്തു ആകുന്ന ഒന്നാണ്. ഇപ്പോൾ പല ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മിൽക്ക് തൽക്കാലം ഒന്ന് എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് അത് തന്നെ വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. കാരണം പണ്ട് തൊട്ടേ അവർ കുടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ചായ കുടിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, നമ്മൾ പല ക്ലയൻസിനോട് ഞാൻ അറിയാതെ ചോദിച്ചാൽ വീട്ടിൽ പശു ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പശു ഇല്ലാത്തവരും പാല് കുടിക്കാറുണ്ട്. പക്ഷേ പശു ഉണ്ട്, എന്താ ഡോക്ടർ പശു ഉണ്ടോ ചോദിക്കാൻ ഒരു കാരണം ഒരു ബന്ധവുമില്ലാത്തൊരു ചോദ്യമാണ്. പശു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ അവർ പാല് കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ മറ്റൊന്ന് നമുക്ക് എടുക്കേണ്ട ഒന്നാണ്, വളരെ കോമൺ ആണ് ഇന്ന്, ഗ്ലൂട്ടനാണ്. ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ വരുന്ന ഗ്ലൂട്ടൻ ആവാം, പാൽ ഉൽപ്പന്നങ്ങളാവാം, വെജിറ്റബിൾ ഓയിൽസ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഭക്ഷണ വസ്തു ആണെങ്കിൽ പോലും സിട്രസ് ഫ്രൂട്ട്സ്, ഇപ്പം നാരങ്ങയും ഓറഞ്ചും മുസമ്പിയും പൈനാപ്പിൾ ഗ്രേപ്സ് വാട്ടർമെലൺ ഇതൊക്കെ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പീനട്ട്സ് പല ആൾക്കാരും പീനട്ട് വളരെ കോമൺ, എസ്പെഷ്യലി പീനട്ട് റിലേറ്റഡ് പ്രോഡക്റ്റുകൾ വളരെ പോപ്പുലർ. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് പീനട്ട് ബട്ടർ യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഒരു ഡയറ്റ് ആണ് എന്ന് പറയുമ്പോൾ പീനട്ട് ബട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്നും ആരും ഒരു ഗട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം ഇദ്ദേഹത്തിന് കോമ്പാറ്റബിൾ അല്ല എന്ന് കണ്ടുപിടിക്കുന്നതും അതുപോലെ ഒരു ലബോറിയസ് പ്രോസസ്സാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ 2-3 മാസം എടുത്തിട്ടായിരിക്കും സാധാരണ കാണുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നൊരു പ്രോട്ടോകോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. വി ഫോളോ ഒരു ഫങ്ഷണൽ മെഡിസിൻ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്, വിച്ച് വി കോൾ എലിമിനേഷൻ ഡയറ്റ്. ആരാണ് ഈ പ്രതി എന്നറിയാത്തത് കൊണ്ട്, അതായത് ഈ പറഞ്ഞ കൊലപാതകം നടത്തിയ പ്രതി ആരാന്ന് അറിയാത്തതുകൊണ്ട് സംശയത്തിന്റെ പട്ടികയിലുള്ള എല്ലാ ആൾക്കാരും പിടിച്ച് ആദ്യം അറസ്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ എലിമിനേഷൻ ഡയറ്റ് എന്ന് പറയുന്നത്. സോ വി ടേക്ക് ഔട്ട് ഓൾ ദീസ് കൈൻഡ് ഓഫ് സസ്പെക്റ്റഡ് ഫുഡ് പ്രോഡക്ട്സ് ഫ്രം ദർ ഡയറ്റ്. ഇറ്റ്സ് അത്ര എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സാർ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചോട്ടെ, അല്ലെങ്കിൽ കോഫി കുടിച്ചോട്ടെ, അല്ലെങ്കിൽ തൈരില്ലാതെ എനിക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ രാത്രി ചപ്പാത്തി ഇല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരിൽ ഈ ഒരു സോഫ്റ്റ് എലിമിനേഷൻ ഡയറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഇറ്റ്സ് ഫോർ എ ടെമ്പററി പീരീഡ്. ഈ എലിമിനേഷൻ ഡയറ്റോട് കൂടി ഈ ഭക്ഷണങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോൾ സപ്പോസ് അവർക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവുന്നത് 99% കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഫുഡ് ഇൻടോളറൻസ് മൂലമാണ്. അതെ, അതിൽ തന്നെ ഡോക്ടർ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അവരെ മൽപ്പിടുത്തം പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് മാറ്റുന്നുണ്ടാവുക, ലൈക്ക് ഗ്ലൂട്ടൻ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് കാലം അത് ഫോളോ ചെയ്ത് റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന ഒരു പ്രോസസ്സും കൂടി നമ്മൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് ചില ആൾക്കാർ പറയാറുണ്ട് ഇനി അത് വേണ്ട, ഞാൻ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്, ഇതാണല്ലോ എന്നെ ട്രിഗർ ചെയ്തത്, അതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ളത്. അതെ, ഡിവോഴ്സ് ചെയ്തു എന്നുള്ള രീതിയിൽ എത്തുന്ന ക്ലയൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗട്ട് ഇഷ്യൂ ആയിട്ടൊരു വന്ന ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗട്ട് ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ മെയിനായിട്ട് പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു ഇഷ്യൂ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളി അതിന് എന്താ പറയുക, അതാണ് ട്രിഗർ എന്നുള്ളത് അറിയാതെയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. വൺസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ആ ഒരു പുറത്തുനിന്നുള്ള ഭക്ഷണം തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കാൻ നിർത്തിയപ്പോൾ തന്നെ പുള്ളിയുടെ പ്രശ്നങ്ങൾ ഒട്ടുമിക്കതും സോൾവ് ആയി. ഒരുപക്ഷെ ആ വിഷയത്തിൽ ആ വ്യക്തിയെ ഇതിനൊന്ന് കൺവിൻസ് എടുക്കുക എന്നുള്ളതായിരിക്കണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്.
ഗോപിക ഈ ഹോട്ടൽ ഫുഡിനെ കുറിച്ചും ഔട്ട്സൈഡ് ഫുഡിനെ കുറിച്ചും അതൊരു ഗട്ടിന് പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട് എന്ന് അറിയാത്തവരല്ല ഭൂരിഭാഗം. പക്ഷെ അവിടെ പലപ്പോഴും ആൾക്കാർ ഇത് പഴിചാരുന്നത് സ്പൈസി ഫുഡ് എന്നാണ്. അല്ല, പലരും നമ്മൾ പറയുന്നത് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ പലപ്പോഴും സ്പൈസസ് നമ്മുടെ ഗട്ടിനും ഹെൽത്തിനും വളരെ നല്ലതാണ്. അവിടെ സ്പൈസി ഫുഡ് ആയിരിക്കില്ല മിക്കവാറും കുറ്റവാളി. അവിടെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലും കുക്കിംഗ് മീഡിയമാണ് പലപ്പോഴും പ്രോബ്ലം. എനിക്ക് തോന്നുന്നു ഹോട്ടലുകളിലെല്ലാം എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ തുടങ്ങിയിട്ടുള്ള തന്നെയാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, സൺഫ്ലവർ ഓയിലും പാം ഓയിലും നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഒരു നല്ലൊരു ഗുഡ് ലിസ്റ്റിൽ പെട്ട ഒന്നല്ല. പലപ്പോഴും ഇവിടുത്തെ വില്ലൻ ഈ ഓയിലായിരിക്കാം, പക്ഷേ മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്നത് സ്പൈസസ്. അതെ, അതുപോലെ ഡോക്ടർ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കുറച്ച് കഴിഞ്ഞ് പുള്ളി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ വ്യത്യാസം വന്നത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് പഠിച്ചതിന് ശേഷം പുള്ളി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഹോട്ടലിൽ പോയാലും എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പഠിക്കണം. അതെ, അത് പഠിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ബേസിക് സയൻസ്, വളരെ സന്തോഷമുണ്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഗട്ട് മൈക്രോബയോമിൻ്റെ റോളാണ്. ഇഫ് യു ഹാവ് എ പുവർ ഗട്ട് മൈക്രോബയോം, യു വിൽ ഹാവ് എ പുവർ ഗട്ട് ഹെൽത്ത്. നമ്മളുടെ ദഹനവ്യൂഹത്തിൽ അത് വായയാണെങ്കിലോ ആമാശയമായിക്കോട്ടെ, നമ്മുടെ ചെറുകുടലോ വൻകുടലോ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മജീവികളുടെ വലിയൊരു വ്യവസ്ഥയുണ്ട്. ഇത് നിരന്തരമായി ഭക്ഷണവുമായിട്ടും നമ്മുടെ ശരീരമായിട്ടും സമ്പർക്കത്തിലിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പരിധിവരെ ഭക്ഷണത്തെ ശരീരത്തിന് അഡാപ്റ്റബിൾ ആക്കി മാറ്റുന്നതിന് ഗട്ട് മൈക്രോബയോമിന് നല്ല റോളുണ്ട്. മെജോറിറ്റി ആൾക്കാരിലും ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഗട്ട് മൈക്രോബയോം, ആവശ്യമില്ലാത്ത ബാക്ടീരിയകളും പരിധിയിൽ കൂടുതൽ വളരുന്ന ബാക്ടീരിയകളും, അതിപ്പോൾ കേട്ടോ സ്മോൾ ഇൻറ്റസ്റ്റിനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, അതുപോലെ സിഫോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫംഗൽ ഓവർ ഗ്രോത്ത്, ഇതൊക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഇൻബാലൻസ്ഡ് ഗട്ട് മൈക്രോബയോം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഈ പ്രോസസ്സിൽ കൂടെ ഡയറ്റ് കറക്റ്റ് ചെയ്യുന്നു, അവരുടെ സ്ട്രെസ്സ് കറക്റ്റ് ചെയ്യുന്നു, അവരുടെ മെൻ്റൽ മേക്കപ്പ് കറക്റ്റ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ പാരലായിട്ട് ഭക്ഷണത്തിൽ കൂടെയും മറ്റ് പോഷക മാർഗ്ഗങ്ങളിൽ കൂടെ, മേ ബി ദ റൈറ്റ് ചോയ്സ് ഓഫ് സപ്ലിമെൻറ്റ്സിൽ കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗട്ട് മൈക്രോബയോം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗട്ട് ഹെൽത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളൊന്നാണ്. അതെ, ഇപ്പോൾ മൗത്തും അതുപോലെ തന്നെ ഗട്ടും കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് അവിടെ എനിക്ക് പറയാനുള്ളത്, ചില ക്ലയൻസ് പറയുന്ന ഒരു കാര്യമാണ് ഗട്ട് ഇഷ്യൂസ് കാരണം ബാഡ് ബ്രെത്ത് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ മൗത്ത് അൾസർ വരുന്നതോ അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത് വരുന്നതോ ഒരിക്കലും ഗട്ട് ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ അത് പതുക്കെ ഗട്ട് ഇഷ്യൂസ് ഒക്കെ മാറി ഇപ്പോൾ ഗട്ട് മൈക്രോബയോം ഓക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ ബാഡ് ബ്രെത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൗത്ത് അൾസറിൻ്റെ ആയിക്കോട്ടെ അത് കൺസേൺസ് മാറുന്ന ഒരുപാട് ക്ലയൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലെ തന്നെ വളരെയധികം കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഗട്ട് ഹെൽത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട്. ആ സർക്കിൾ വളരെ വലിയൊരു സർക്കിളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതിലൊന്ന്, നമ്മളുടെ ഗട്ട് ഹെൽത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതായത് ആ ഗട്ട് ഹെൽത്തിൻ്റെ ഘടന, അതിൻ്റെ കോശങ്ങൾ, ആ കോശങ്ങളുടെ ആരോഗ്യം, ആ കോശങ്ങൾ നമ്മുടെ ഫുഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഗട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് നമ്മളുടെ ഗട്ടിൻ്റെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസാണ്. ചില സ്പെസിഫിക് ആയിട്ട് ചില പോഷകങ്ങൾ ഗട്ട് ഹെൽത്തിനെ വളരെയധികം സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫൈബർ, അതുപോലെ തന്നെ സിങ്ക്, അതുപോലെ ബി വൈറ്റമിൻസ്, അതുപോലെ മെഗ്നീഷ്യം, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില അമൈനോ ആസിഡുകൾ, ഇത്തരത്തിലുള്ള പോഷകങ്ങളുടെ കുറവ് മൂലവും ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യേണ്ട ഒന്നാണ് ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടാവാം. അത് ആ രോഗങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കേണ്ട ലോങ് ടേം മെഡിക്കേഷൻസ് ആവാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചില ഇൻഫെക്ഷൻസും ഉണ്ടാവാം. ഇപ്പോൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ ബാക്ടീരിയലോ ഫംഗലോ റിലേറ്റഡ് ഇൻഫെക്ഷനോ. അപ്പോൾ അത്തരത്തിലുള്ള ചില ഡീപ്പറായിട്ടുള്ള അസസ്മെൻറ്റുകളും ആവശ്യമായിട്ട് വന്നേക്കാം. എന്തായാലും ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മളുടെ ആരോഗ്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഡെയിലി ലൈഫിലാണെങ്കിലും അല്ല ഒരു ഡെയിലി ബേസിസിലാണെങ്കിലും ഒരു ലോങ് ടൈം ബേസിസിലാണെങ്കിലും ഇത്രത്തോളം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഗട്ടിനെ പോലെ വേറൊന്നുമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് വളരെ സമയമെടുത്ത് വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനും അതിന് പറ്റുന്ന ഒരു വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ പ്ലാനുമാണ് വേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ കുറച്ച് ക്ഷമയും കുറച്ച് ഉത്സാഹവും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനോഭാവമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചിൽ കൂടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഒരു മരുന്ന് കൊണ്ടോ
അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള താൽക്കാലിക ആശ്വാസം കൊണ്ടോ ഒരു മുള്ളെടുക്കുന്ന പോലെ എടുത്തു കളയാൻ പറ്റുന്ന ഒന്ന് നിസ്സാരമായിട്ടൊന്നും ആകണമെന്നില്ല ഒരു ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ. ഇറ്റ് നീഡ്സ് എ വെരി കോംപ്രിഹെൻസീവ് സയൻറ്റിഫിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച്.